യോഗ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്ന എന്താ? ചിലപ്പം ശാരീരികമായ ആസനങ്ങളായിരിക്കും അല്ലേ? എന്നാൽ യോഗയ്ക്ക് മറ്റൊരു ശാഖയുണ്ട്. അത് ശരീരത്തിനപ്പുറം നമ്മുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക്, ഒരുപാട് ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒന്നാണ്. അതാണ് രാജയോഗം, ആത്മാവിന്റെ ശാസ്ത്രം. അപ്പം നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ അനന്തമായ ശക്തിയെ എങ്ങനെ പുറത്തു കൊണ്ടുവരാമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു യാത്രയിൽ നമ്മളെ ഗൈഡ് ചെയ്യുന്നത് ആരാണെന്നോ? സാക്ഷാൽ സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തിന്റെ രാജയോഗത്തെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഓർക്കണം, 1893 ചിക്കാഗോയിലെ ലോകമത പാർലമെന്റിൽ വെച്ച് പാശ്ചാത്യ ലോകത്തെ മുഴുവൻ ഈ പുരാതന ജ്ഞാനം കൊണ്ട് വിസ്മയിപ്പിച്ച ആളാണ് അദ്ദേഹം. വിവേകാനന്ദന്റെ തത്വചിന്തയുടെ കാതൽ അത് ഈ വാക്കുകളിലുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു കേട്ടു നോക്കൂ. ഓരോ ആത്മാവിലും ഒരു ദിവ്യത്വം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. പുറത്തുള്ളതിനെയും അകത്തുള്ളതിനെയും നിയന്ത്രിച്ച് ആ ദിവ്യത്വം പ്രകടിപ്പിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. രാജയോഗത്തിന്റെ മുഴുവൻ യാത്രയും തുടങ്ങുന്നത് ഈ ഒരൊറ്റ ചിന്തയിൽ നിന്നാണ്. ശരി, അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്: രാജയോഗം ശരിക്കും എന്ത് പ്രശ്നമാണ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്? മതത്തെക്കുറിച്ചുള്ള നമ്മുടെ സാധാരണ ധാരണകളെ അതെങ്ങനെയാണ് ചോദ്യം ചെയ്യുന്നത്? നമുക്ക് നോക്കാം. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലേ. മതം എന്ന് പറഞ്ഞാൽ മുൻതലമുറയിലെ ആരെങ്കിലും പറഞ്ഞത് കണ്ണടച്ച് വിശ്വസിക്കുന്നതാണോ? അതോ ആ പറയുന്ന സത്യങ്ങൾ നമുക്ക് സ്വയം അനുഭവിച്ചറിയാനുള്ള ഒരു വഴിയാണോ? ലോകത്തിലെ മിക്ക മതങ്ങളും സിദ്ധാന്തങ്ങളിലും ചില വിശ്വാസ പ്രമാണങ്ങളിലുമൊക്കെ ഊന്നിയാണ് നിലനിൽക്കുന്നത്. ഇവിടെയാണ് രാജയോഗം വ്യത്യസ്തമാകുന്നത്. ഒരു വശത്ത് പണ്ടുള്ളവരുടെ അനുഭവങ്ങളിൽ വിശ്വസിക്കാൻ പറയുന്ന മതഗ്രന്ഥങ്ങൾ, എന്നാൽ മറുവശത്ത് രാജയോഗം ചോദിക്കുന്നതെന്താണെന്നോ? എന്തിനു വെറുതെ വിശ്വസിക്കണം? ആ സത്യങ്ങൾ നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിയാമല്ലോ. ഇവിടെ വിശ്വാസത്തിനല്ല, നേരിട്ടുള്ള അനുഭവത്തിനാണ് പ്രാധാന്യം. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് കാര്യം. രാജയോഗം ആത്മീയ സത്യങ്ങൾ സ്വയം വേരിഫൈ ചെയ്യാനുള്ള, അതായത് അനുഭവിച്ചറിയാനുള്ള ഒരു സയന്റിഫിക് മെത്തേഡാണ്. ഇത് വെറുമൊരു തിയറിയല്ല, മറിച്ച് പരിശീലനത്തിലൂടെ സത്യം കണ്ടെത്താനുള്ള ഒരു വഴിയാണ്. അപ്പോ ഈ ഒരു സയൻസിന്റെ താക്കോല്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂള് എന്തായിരിക്കും? അത് നമ്മൾ വേറെ എവിടെ നിന്നും വാങ്ങേണ്ട ഒന്നല്ല, നമ്മുടെയെല്ലാം ഉള്ളിൽ തന്നെയുണ്ട് ആ ശക്തി. അതാണ് ഏകാഗ്രത. വിവേകാനന്ദൻ തന്നെ ഒരു അടിപൊളി ഉദാഹരണം പറയുന്നുണ്ട്. നമ്മുടെ മനസ്സിന്റെ ശക്തിയില്ലേ, അത് പല വഴിക്കും ചിതറിപ്പോകുന്ന പ്രകാശരശ്മികൾ പോലെയാണ്. എന്നാൽ ആ രശ്മികളെയെല്ലാം ഒരൊറ്റ പോയിന്റിലേക്ക് ഒരു ലെൻസ് ഉപയോഗിച്ച് കേന്ദ്രീകരിച്ചാലോ, അത് എന്തിനേയും ഭേദിക്കാൻ കഴിവുള്ള ഒരു ലേസറായി മാറും. അതാണ് ഏകാഗ്രതയുടെ അവിശ്വസനീയമായ ശക്തി. ഒന്നാലോചിച്ച് നോക്കിക്കേ, പുറത്തുള്ള നക്ഷത്രങ്ങളെയോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ മനസ്സിനെയോ എന്തിനെക്കുറിച്ച് പഠിക്കണമെങ്കിലും നമുക്ക് വേണ്ട ഒരേ ഒരു ടൂൾ എന്താണ്? ഏകാഗ്രത. പ്രകൃതി അതിന്റെ രഹസ്യങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നു തരാൻ തയ്യാറാണ്. പക്ഷെ ആ വാതിലിൽ എങ്ങനെ മുട്ടണമെന്ന് നമുക്കറിയണം. ആ മുട്ടലാണ് ഏകാഗ്രത. ഇതാണ് രാജയോഗത്തിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ മനസ്സിനെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നു. എന്തിന്? മനസ്സിനെ തന്നെ പഠിക്കാൻ. നിങ്ങളുടെ മനസ്സ് സ്വയം ഒരു സൂക്ഷ്മദർശിനിയായി മാറുന്ന ഒരവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ശരി, അപ്പോ ഈ ഏകാഗ്രതയൊക്കെ ഉപയോഗിച്ച് മനസ്സിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ അവിടെ എന്താണ് കണ്ടെത്തുക? രാജയോഗം പറയുന്നത് നമ്മൾ പ്രപഞ്ചത്തിന്റെ തന്നെ അടിസ്ഥാന ഘടകങ്ങളിലേക്കെത്തുമെന്നാണ്. ആ പ്രപഞ്ചം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പ്രധാനമായും 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഈ തത്വചിന്ത അനുസരിച്ച് പ്രപഞ്ചം മുഴുവൻ 2 കാര്യങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് ആകാശം. അതായത് നമ്മൾ ഈ കാണുന്നതും കാണാത്തതുമായ എല്ലാ ഭൗതിക വസ്തുക്കളും രൂപം കൊള്ളുന്ന അടിസ്ഥാന പദാർത്ഥം. ഇനി രണ്ടാമത്തേത്, അതാണ് പ്രാണൻ. ഈ ആകാശത്തിന് രൂപം കൊടുക്കുന്ന, അതിനെ ചലിപ്പിക്കുന്ന ആ ശക്തിയില്ലേ, അതാണ് പ്രാണൻ. പ്രപഞ്ചത്തിലെ എല്ലാ ചലനങ്ങളുടെയും ഊർജത്തിന്റെയും ഉറവിടം ഈ പ്രാണനാണ്. നമ്മുടെ ഞരമ്പുകളിലൂടെ ഓടുന്നതും നമ്മുടെ ചിന്തകളെ ഉണർത്തുന്നതും ഇതേ പ്രാണൻ തന്നെയാണ്. ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ പ്രാണനെ നിയന്ത്രിക്കുന്നതിന്റെ പ്രാധാന്യം? ഇത് വെറുതെ ശ്വാസം പിടിക്കുന്ന കളിയല്ല. നിങ്ങൾ ശരിക്കും പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ശക്തിയെയാണ് കയ്യിലെടുക്കുന്നത്. അതിലൂടെ സ്വന്തം മനസ്സിനെയും പിന്നെ ഈ ലോകത്തുള്ള എല്ലാ മനസ്സിനെയും നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഈ പ്രാണനെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് പറയാൻ വിവേകാനന്ദൻ ഒരു കിടിലൻ കഥ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഗോപുരത്തിൽ കുടുങ്ങിപ്പോയ മന്ത്രി രക്ഷപ്പെടാൻ വേണ്ടി ഒരു വണ്ടിന്റെ സഹായത്തോടെ ആദ്യം ഒരു പട്ടുനൂലും പിന്നെ അതിൽ കെട്ടിയൊരു ചരടും അവസാനം ഒരു കയറും മുകളിലെത്തിച്ച കഥ. അതുപോലെ ശ്വാസമെന്ന ആ നേർത്ത പട്ടുനൂലിൽ പിടിച്ചു തുടങ്ങി നമുക്ക് പടിപടിയായി പ്രാണനാകുന്ന ആ വലിയ കയറിലെത്തി സ്വാതന്ത്ര്യം നേടാം. ഓക്കെ, അപ്പോൾ ഈ പ്രാണനെ നിയന്ത്രിക്കാനുള്ള യാത്രയ്ക്ക് കൃത്യമായൊരു വഴിയുണ്ടോ? ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് വല്ലതുമുണ്ടോ? ഉണ്ട്.
രാജയോഗം 8 പടികളുള്ള വളരെ പ്രാക്ടിക്കലായൊരു മാർഗമാണ് നമുക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനെ നമുക്കൊരു ഗോവണി പോലെ കാണാം. ഓരോ പടിയും നമ്മളെ അടുത്തതിലേക്ക് കൊണ്ടുപോകും. ഒരു സ്ട്രോങ് മൊറൽ ഫൗണ്ടേഷനിൽ തുടങ്ങി പിന്നെ ശരീരം, ശ്വാസം എന്നിവയൊക്കെ നിയന്ത്രിക്കുന്നു. അതിനുശേഷം മാത്രമേ നമുക്ക് മനസ്സിന്റെ ആഴങ്ങളിലേക്ക് കടക്കാൻ കഴിയൂ. ഈ ചിട്ടയായ പരിശീലനത്തിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത്. അപ്പോൾ ഈയൊരു കഠിനമായ യാത്രയുടെ അവസാനം എന്താണ്? എന്തിനാണ് നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നത്? എന്താണ് ഇതിന്റെ ഫലം? നമ്മുടെയൊക്കെ ജീവിതത്തിലെ ദുരിതങ്ങൾക്ക് കാരണമെന്താ? ഒന്നുകിൽ ഭയം, അല്ലെങ്കിൽ തീരാത്ത ആഗ്രഹങ്ങൾ, അല്ലേ? രാജയോഗം ഇതിനൊരു പരിഹാരം തരുന്നുണ്ട്. അതായത്, നിങ്ങൾ ഈ ശരീരമോ മനസ്സോ അല്ല, അതിനെല്ലാം അപ്പുറം ശുദ്ധവും പൂർണ്ണവുമായ ഒന്നാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം എല്ലാ ദുരിതങ്ങളും, ഭയവും ആഗ്രഹങ്ങളുമെല്ലാം ഇല്ലാതാകും. ഈ പരിശീലനത്തിന്റെ വ്യാപ്തി എത്ര വലുതാണെങ്കിൽ ഈ വാക്കുകൾ കേട്ടാൽ മനസ്സിലാവും. ഇത് വെറുതെ സമാധാനമായിരിക്കാൻ വേണ്ടി മാത്രമല്ല, പ്രകൃതിയുടെ നിയമങ്ങൾക്കതീതനാകാനും അതിനെ നിയന്ത്രിക്കാനും യോഗി ലക്ഷ്യമിടുന്നു എന്നാണ് വിവേകാനന്ദൻ പറയുന്നത്. ഈ ചിത്രം നോക്കൂ. നമ്മളിപ്പോൾ സംസാരിച്ച ആ ഒരു ആത്മീയ യാത്രയുടെ ഒരു മനോഹരമായ സമ്മറിയാണിത്, അല്ലേ? താഴെയുള്ള നമ്മുടെ സാധാരണ അവസ്ഥയാവുന്ന അഗ്നിയിൽ നിന്ന് തുടങ്ങി എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് മുകളിലുള്ള പൂർണ്ണമായ ജ്ഞാനമാവുന്ന സൂര്യനിലേക്കെത്തുന്ന ബോധത്തിന്റെ യാത്ര. അപ്പോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരൊറ്റ ചോദ്യം നിങ്ങൾക്കുള്ള ചോദ്യമാണ്. രാജയോഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് യഥാർത്ഥ ശക്തി പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ് എന്നാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ ആ അനന്തമായ ശക്തി ഉപയോഗിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ ഉള്ളിലെ ആ പ്രപഞ്ചത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങളായിരിക്കും നിങ്ങൾ കണ്ടെത്തുക.